എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യ ഈ ഒരു വലിയ ആശയത്തെ എന്താണ് ശരിക്കും ഒരുമിപ്പിച്ച് നിർത്തുന്നത് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്, ഇന്ത്യയുടെ ദേശീയോദ്ഘാടനത്തെപ്പറ്റി. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്രയെത്ര ഭാഷകൾ, എത്രയോ മതങ്ങൾ, എണ്ണിയാൽ തീരാത്തത്ര സംസ്കാരങ്ങൾ. ഇങ്ങനെയൊക്കെയുള്ള ഒരു രാജ്യം എങ്ങനെയാണ് ഇപ്പോഴും ഒന്നായിട്ട് നിൽക്കുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. നേരത്തെ ചോദിച്ച വലിയ ചോദ്യമില്ലേ, അതിനൊറ്റ വാക്കിലൊരു ഉത്തരമുണ്ട്: ദേശീയോദ്ഗ്രഥനം. അതാണ് നമ്മുടെ രാജ്യത്തെ ഒരു ചരടിൽ കോർത്ത മുത്തുകൾ പോലെ ഒരുമിപ്പിക്കുന്ന ആ ഒരു ശക്തി. അപ്പോ എന്താണ് ഈ ദേശീയോദ്ഗ്രഥനം എന്ന് ചോദിച്ചാൽ, സിമ്പിളായി പറഞ്ഞാൽ അത് നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ളൊരു ഫീലിംഗാണ്. ജാതിയോ മതമോ ഭാഷയോ ഒന്നും ഒരു വിഷയമല്ലാത്ത, എല്ലാവരും സമാധാനത്തോടെ ജീവിക്കുന്ന ഒരവസ്ഥ. ഇത് വെറുമൊരു വാക്കല്ല കേട്ടോ, നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ തന്നെ ആണിക്കല്ലാണ്. ഈ ഒരു വലിയ ആശയത്തിന് 5 പ്രധാനപ്പെട്ട തൂണുകളുണ്ടെന്ന് പറയാം. സാമൂഹികമായ ഒരുമ, സാംസ്കാരികമായ ഒരുമ, സാമ്പത്തികമായ ഒരുമ, രാഷ്ട്രീയമായ ഒരുമ, പിന്നെ എല്ലാത്തിനും മുകളിൽ വൈകാരികമായ ഒരുമ. ഈ 5 കാര്യങ്ങളും ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു രാജ്യം ശരിക്കും ഒന്നായി മാറുന്നത്. പക്ഷേ ഈ ഐക്യത്തിന് എപ്പോഴും ചില വെല്ലുവിളികളുണ്ടല്ലേ? നമ്മുടെ ഈ കെട്ടുറപ്പിനെ ദുർബലമാക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികളുണ്ട്. അവയെക്കുറിച്ചാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. നോക്കൂ, ഒരിടത്ത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന സാമൂഹിക സൗഹാർദ്ദം, അതായത് പരസ്പരം ബഹുമാനിച്ച് തുല്യതയോടെ ജീവിക്കുന്നൊരു സമൂഹം. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? പലപ്പോഴും ജാതീയതയും വർഗീയതയുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ വലിയ മുറിവുകളുണ്ടാക്കുന്നുണ്ട്. ഇനി സാമൂഹിക രംഗം മാത്രമല്ല, സാമ്പത്തിക കാര്യത്തിലും ഈയൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. എല്ലാവർക്കും തുല്യമായ അവസരം കിട്ടണമെന്നതാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ യാഥാർത്ഥ്യമോ? തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ഇതൊക്കെ പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള അകലം കൂട്ടുകയുള്ളൂ. ഇത് സമൂഹത്തിൽ സ്വാഭാവികമായും വലിയ അസ്വസ്ഥതകളുണ്ടാക്കും. ഇതുമാത്രമല്ല, വേറെയുമുണ്ട് വെല്ലുവിളികൾ. എന്റെ പ്രദേശം, എന്റെ സംസ്ഥാനം എന്ന് മാത്രം ചിന്തിക്കുന്ന പ്രാദേശികവാദം. പിന്നെ എന്റെ ഭാഷയാണ് ഏറ്റവും വലുത് എന്നുള്ള കടുംപിടുത്തം. സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയം, അഴിമതി, ശരിയായ വിദ്യാഭ്യാസത്തിന്റെ കുറവ്, ഇതെല്ലാം നമ്മുടെ ഐക്യത്തിന് നേരെയുള്ള വലിയ ഭീഷണികൾ തന്നെയാണ്. അപ്പോ ഈ വെല്ലുവിളികളെല്ലാം നമുക്കെങ്ങനെ മറികടക്കാൻ പറ്റും? ശരി, ഇനി നമുക്ക് പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചത് മതി, പരിഹാരങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ദേശീയോദ്ഗ്രഥനം എങ്ങനെ കൂടുതൽ ശക്തിപ്പെടുത്താമെന്ന് നോക്കാം. ഈ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള പരിഹാരങ്ങൾ നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. ഒന്നാമത്തെ കാര്യം, മതത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന യഥാർത്ഥ മതേതരത്വം പ്രോത്സാഹിപ്പിക്കുക. 2. സാമ്പത്തികമായി പിന്നോട്ടു നിൽക്കുന്നവരെ കൈപിടിച്ചുയർത്തുക. 3. നമ്മുടെ വിദ്യാഭ്യാസ രീതി മാറ്റിയെഴുതണം. കുട്ടിക്കാലം മുതലേ ഇന്ത്യ ഒന്നാണെന്ന ചിന്ത അവരിൽ വളർത്തണം. 4. നമ്മളെല്ലാവരും വൈകാരികമായി ഒന്നാണെന്നൊരു ബോധമുണ്ടാക്കിയെടുക്കണം. അവസാനമായി, നമ്മുടെ മാധ്യമങ്ങളെ നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കാനായി ഉപയോഗിക്കുക. ഈ 5 വഴികളും ഒത്തുചേർന്നാൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും, ഉറപ്പാണോ? ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഈ ദേശീയോദ്ഗ്രഥനം നമുക്ക് എത്രത്തോളം അത്യാവശ്യമാണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക എന്നതാണ്. ആ ഒരു തിരിച്ചറിവ് മാത്രം മതി. അതുതന്നെയാണ് ശരിയായ ദിശയിലേക്കുള്ള നമ്മുടെ ആദ്യത്തെ ചുവടുവയ്പ്. ഈ വലിയ ആശയം ഏതെങ്കിലും സർക്കാരിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെയോ മാത്രം ഉത്തരവാദിത്വമൊന്നുമല്ല. ഇത് നമ്മൾ ഓരോരുത്തരുടെയും, ഓരോ പൗരന്റെയും പങ്കാളിത്തത്തോടെ നടപ്പിലാക്കേണ്ട ഒന്നാണ്. നമുക്കിതിന്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ നോക്കിയാലോ? ഇതിനേറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമുക്കെല്ലാവർക്കും പരിചിതമായ NCC, അതായത് നാഷണൽ കാഡറ്റ് കോർപ്സ്. അവർ എങ്ങനെയാണ് ഈയൊരു മഹത്തായ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. NCC ചെയ്യുന്നത് വളരെ ലളിതവും എന്നാൽ ശക്തമായൊരു കാര്യമാണ്. അവർ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ചെറുപ്പക്കാരെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. അവർ ഒരുമിച്ച് ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നു, സാമൂഹിക സേവനങ്ങൾ ചെയ്യുന്നു, ഒരുമിച്ച് പഠിക്കുന്നു, വളരുന്നു. ഐക്യവും അച്ചടക്കവും എന്ന അവരുടെ ആ മുദ്രാവാക്യത്തിൽ തന്നെയുണ്ട് ദേശീയോദ്ഗ്രഥനത്തിന്റെ മുഴുവൻ സത്വം. അതെ, അവസാനം നമ്മൾ എത്തിച്ചേരുന്നത് ഈ ഒരൊറ്റ ചിന്തയിലേക്കാണ്. വെറും ഭൂമിശാസ്ത്രപരമായിട്ട് മാത്രമല്ല, നമ്മുടെ മനസ്സുകൊണ്ടും സംസ്കാരം കൊണ്ടും കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇന്ത്യ ഒന്നാണ് എന്ന ചിന്ത. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഈ ദേശീയോദ്ഗ്രഥനം എന്ന വലിയ ആശയം തുടങ്ങുന്നത് സർക്കാരുകളിൽ നിന്നോ സംഘടനകളിൽ നിന്നോ ഒന്നുമല്ല. അത് തുടങ്ങുന്നത് എന്നിൽ നിന്നും, നിങ്ങളിൽ നിന്നുമാണ്. ചിലപ്പോൾ അത് നമ്മുടെ അയൽക്കാരനോടൊന്ന് പുഞ്ചിരിക്കുന്നതിലാകാം, അല്ലെങ്കിൽ മറ്റൊരു നാട്ടിലെ ഒരു ഭക്ഷണം രുചിക്കുന്നതിലാകാം, അതുമല്ലെങ്കിൽ മറ്റൊരു ഭാഷയിലെ ഒരു വാക്ക് പഠിക്കുന്നതിലാകാം. അങ്ങനെയെങ്കിൽ ഈ രാജ്യത്തിന്റെ ഐക്യത്തിനു വേണ്ടി ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ആ ഒരു ചെറിയ കാര്യം എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കൂ.